അച്യുതാനന്ദനോടുള്ള യഥാർത്ഥ ആദരവ് പ്രതിമ സ്ഥാപിക്കലല്ല എന്ന മകൻ വി എ അരുൺകുമാർ പറഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിതാ അരമണിക്കൂർ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ വാർത്ത വരുന്നത് എന്നുള്ളതാണ്. വിജ്ഞാനവും വിപ്ലവ വീര്യവും പകരുന്ന വിപുലമായൊരു ക്യാമ്പസ് ആണ് വി എസിന്റെ സ്മരണയ്ക്കായി ഉയരേണ്ടതെന്നാണ് അരുൺകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ഭരണത്തിന്റെ അവസാന നാളുകളിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികളെക്കാൾ ജനം ആഗ്രഹിക്കുന്നത് ദീർഘവീക്ഷണമുള്ള പ്രവർത്തനങ്ങളാണെന്നും വി അരുൺകുമാർ ഓർമ്മിപ്പിച്ചു. മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകും. മനീഷ്, എന്താണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഈ അവസാന നിമിഷത്തിൽ? വി അരുൺകുമാർ ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വാർത്തകളടക്കം കേട്ടിരുന്നതാണ്. ഇതിലൊരു പരിഭവമുണ്ടല്ലോ മനീഷ്. അതെ സ്മൃതി, ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പ്രധാനമായി പറയുന്നത് വി എസ് അച്യുതാനന്ദന്റെ പേര് നിലവിൽ അവസാന നാളുകളിൽ, അതാണ് ഏറ്റവും വലിയ വിമർശനം. അതായത് വി എസ് അച്യുതാനന്ദന്റെ മരണത്തിന് ശേഷം പിന്നീട് പലതവണ ക്യാബിനറ്റ് ഉണ്ടായിരുന്നു, ബജറ്റ് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വി എസിന്റെ പേര് അല്ലെങ്കിൽ വി എസിനെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും കാര്യങ്ങളിലോ പദ്ധതികളിലോ ഒക്കെ തന്നെ ഒരു കാര്യത്തിലും തീരുമാനം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെയുള്ള വിമർശനം, അതായത് അവസാന നാളുകളിൽ ഉണ്ടായ ചില തീരുമാനങ്ങളെ സംബന്ധിച്ചാണ്. അങ്ങനെയുള്ള അവസാന പ്രഖ്യാപനങ്ങളിലെ പദ്ധതികളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയെന്ന് അദ്ദേഹം വാക്കുകൾ നേരെ പറയുന്നില്ലെങ്കിൽ കൂടി വി എസ് അച്യുതാനന്ദന്റെ പേരിൽ ഉയരേണ്ടത് കേവലം ഒരു പ്രതിമ മാത്രമല്ല, ഒരു രക്തസാക്ഷി മണ്ഡപം മാത്രമല്ല. അദ്ദേഹം കൊണ്ടുവന്ന ആശയങ്ങൾ, ദീർഘവീക്ഷണമുള്ള പല കാര്യങ്ങൾ, അതിലൊക്കെ തന്നെ വേണ്ടത് നിലവിൽ വിജ്ഞാനവും വിപ്ലവ വീര്യവും ഒക്കെ തന്നെ പകരുന്ന ക്യാമ്പസ് ആണ് വേണ്ടത്. കേവലം ഒരു സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു പ്രതിമ സ്ഥാപിക്കലല്ല, വിപുലമായ ക്യാമ്പസ് വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. അതിൽ വലിയ പരിഭവമുണ്ട്. അതെ, അമ്പലപ്പുഴയിൽ മലമ്പുഴയിലൊക്കെ വി അരുൺകുമാറിന്റെ പേരിക്കുറി സജീവമായി കേട്ടിരുന്നു. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാമെന്നൊക്കെ നിലപാടിൽ എത്തിയിരിക്കുന്നു. നോക്കൂ, ഇന്നിപ്പോ സംസ്ഥാന സർക്കാർ അവസാനത്തെ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോഴാണ് അവസാനത്തെ പ്രഖ്യാപനങ്ങളല്ല, ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടതെന്ന്. വേറൊരു കാര്യമുണ്ട് മാധു, ഈ പത്മ പുരസ്കാരം, വി എസിന് കിട്ടിയ പത്മ പുരസ്കാരം സ്വീകരിച്ചാൽ കൊള്ളാമെന്ന കുടുംബത്തിനുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു. വി എസ് ആണെങ്കിൽ ഒരിക്കലും അത് വാങ്ങില്ല എന്നുള്ള ഓർമ്മിപ്പിക്കുമ്പോൾ ശരി, എന്നാൽ പാർട്ടി ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് ഞങ്ങളും തീരുമാനമെടുക്കുകയാണ് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അത്രത്തോളം പാർട്ടിക്ക് അനുസരിച്ച് തന്നെയാണ് ആ തീരുമാനം എടുത്തത്. അപ്പോൾ അത്രത്തോളം വിഷമത്തിലായിരിക്കും ഇങ്ങനെ ഒരു ഫാക്ടർ എപ്പോഴും ഒരു ഘടകമായി പല മണ്ഡലങ്ങളിലും. വളരെ കൃത്യമായ കാര്യം, വി എസ് ഉണ്ടായിരുന്നെങ്കിൽ അത് സ്വീകരിക്കില്ല, ഉറപ്പായിട്ടും എല്ലാവർക്കും ബോധ്യമുള്ള സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല നല്ല പ്രതികരണം ഉണ്ടാവുകയും ചെയ്യും.